ഇപ്പോൾ പ്രതികരണം ഞാൻ അങ്ങനെയൊന്നും എനിക്ക് മെമ്പറില്ല. നമ്പറുണ്ട്. ഒരറിവില്ല, ആളാരാണെന്ന് ഒരറിവില്ല. വിറ്റതാണോ എങ്ങനെയാണ്? നമ്മൾ ഓർക്കില്ല, അത്ര ഓർമ്മയിലുള്ള ആളല്ലേ ഞാൻ. അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസമൊക്കെ ഒരു 10 ടിക്കറ്റ് 15 ടിക്കറ്റൊക്കെ ഇവിടെ വിറ്റ് പോകുള്ളൂ. അപ്പോൾ അത് ആരൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കൂലേ. സീരിയൽ 10 എടുക്കുന്ന ആരും ഇല്ല ഇവിടെ. സിംഗിൾ എടുക്കാൻ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരെ ഈ 1000 ടിക്കറ്റ് വിറ്റ ആൾക്കാരെ എല്ലാവരും ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അപൂർവമായ ഒരു കഴിവാണ്. അത്ര ഒരു കഴിവ് നമുക്കില്ല. 1100ഓളം പറ്റി മുഴുവൻ വിറ്റ് പോയി. എല്ലാം വിറ്റുപോയി. 12 മണിക്ക് ടിക്കറ്റ് കയറുന്നു. 12 മണിക്ക് ടിക്കറ്റ് കയറുന്നു. ഞാൻ 1 കോടി അടിച്ചത് കാരണം എനിക്ക് സ്പെഷ്യലായിട്ടൊരു സെയിലുണ്ട് ഇവിടെ. ഏറ്റവും അവസാനം എടുത്ത സലാം എന്ന് പറഞ്ഞ പുള്ളി ഞാൻ എടുക്കാൻ പറ്റിയ ടിക്കറ്റാ പുള്ളി എടുത്തിട്ട്. പുള്ളിക്ക് അടിച്ചാൽ 100% സന്തോഷം. പുള്ളിക്ക് അടിക്കണം. അല്ലെ, ഞാൻ ഒരെണ്ണം എടുക്കണമെന്ന് വെച്ചാൽ എടുത്തില്ല. ഞാൻ എടുക്കാൻ എനിക്ക് കിട്ടിയില്ല. അതാ കാര്യം. എടുത്തോണ്ട് പോയി. ഇല്ല, എടുക്കാൻ കിട്ടിയില്ല. ടിക്കറ്റേ കിട്ടിയില്ല. കാരണം 3 ടിക്കറ്റാണ്. അപ്പോൾ ഒരെണ്ണം എടുത്ത് മാറ്റിക്കൂടാ മോനെ എന്ന് പറഞ്ഞപ്പോൾ അതിന് ടൈം കിട്ടിയില്ല. ആൾക്കാർ വന്ന് എടുത്തോണ്ട് പോയി. അതിനുശേഷം ഒരുപാട് പേര് വന്നാ ടിക്കറ്റ് സംഭാഷണം പഠിച്ചത് ഫസ്റ്റ് ഇവിടെ ബമ്പറല്ല, ഫസ്റ്റ് 1 കോടി അടിച്ചതാ. 1 കോടി ഡബിൾ മധുരമല്ല, ഭയങ്കര സന്തോഷമാണ്. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല, അത്രക്ക് സന്തോഷം. ഇതെന്റെ അച്ഛനാണ്. അച്ഛൻ ഇങ്ങോട്ട് വരാറില്ല. അച്ഛൻ പ്രായമായല്ല. ഒരു പരിധിവരെ ഒരു നാണക്കേടായിട്ട് ലോട്ടറി ടിക്കറ്റ് കട തുടങ്ങിയ ആളാണ് ഞാൻ. ഇപ്പൊ ഭയങ്കര അഹങ്കാരം. ഈ കട തുടങ്ങി ഇവിടെ എനിക്ക് ഒരുമാതിരി നല്ല ഒരു 1.5 ലക്ഷം രൂപ ബിസിനസ്സിൽ ഒരു മാസം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. പെട്ടെന്ന് ബിസിനസ് ഒന്ന് ഔട്ടായിപ്പോയി. അപ്പം തുടങ്ങിയതാണ് ഞാനിത്. അതിനുശേഷം തുടങ്ങി. അതിനോട് ഇനി ഒരുപാട് എതിർപ്പുള്ള ആൾക്കാരുണ്ട്. ഇത് ശരിയല്ല, നിർത്തണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ഇനി ആരും പറയല. കാരണം 1 വർഷത്തിനുള്ളിൽ 26 കോടി രൂപ എനിക്ക് അടിച്ചു. അപ്പം ഇനി ആര് പറയാനാണ്? ഇനി ഇത് ഒരുപാട് പേരിലേക്ക് വരട്ടെ. ആളെ കണ്ടുപിടിക്കണേ എന്തിനാണ്? ആരായാലും ഒരു ഭാഗ്യവാൻ. സത്യമായിട്ട് എനിക്കറിയാം. സത്യമായിട്ട് അറിയില്ല. എൻ്റെ അമ്മ ഇല്ല, ഒരാൾ എന്നോട് വന്ന് പറഞ്ഞതാണ്. പറയണ്ട, ഇവിടെ വന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരാൾ എൻ്റെ അരികത്തെന്ന് പറഞ്ഞതാണ്. സമ്മാനം കിട്ടിയ ആളുടെ ഫ്രണ്ടാണ്. കുറച്ച് കഴിഞ്ഞ് വന്ന് പറയണ ഞാൻ അയാൾ അറിയിക്കും. അയാൾ വേറെ ഇടപാടൊന്നുമില്ല. പുള്ളിയും ഇല്ല, എനിക്കൊരു സംശയം തോന്നിയാണ്. എൻ്റെ അടുത്ത് വന്ന് ഇന്നെ പറഞ്ഞു, എടാ ഇന്നൊരാൾക്ക് ആകാണെന്ന് തോന്നണമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. മാറ്റിക്കും. നെട്ടൂർക്കാരനായിരിക്കണം. കാരണം ഒരു കൊല്ലം ഇത് ഇത്രയും വിജയകരമായിട്ട് ഈ ലോട്ടറി ഞാൻ ഇവിടെ വിൽക്കുന്ന ടിക്കറ്റ് എത്രയൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. കാരണം അത്രയും വിൽക്കുന്നത് നെട്ടൂർക്കാരുടെ കഴിവുകൊണ്ടാണ്. കാരണം ഇത്രയും ടിക്കറ്റൊന്നും ഒരു കടയിലും വിൽക്കാൻ പറ്റൂല. കാരണം നമ്മൾ അവരുടെ കഴിവുകൊണ്ടാണ്. കാരണം 12 മണിയാകുമ്പോൾ അവർ തന്നെ വന്ന് നോക്കിയാൽ അവൻ്റെ കട ഒരുപാട് ടിക്കറ്റ് കിടക്കണം എന്ന് പറഞ്ഞ് അവർ പണിയെടുക്കണ ഡെയിലി ബേസിന് പണിയെടുക്കുന്ന ആൾക്കാർ നമ്മളെ സഹായിക്കാൻ വന്ന് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് അവർ ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹമുണ്ട്. ഇതൊക്കെ ലോട്ടറി ഇന്നേ വരെ എടുക്കാത്ത ആളാണ്. ഇത് ഞാൻ കട തുടങ്ങിയിട്ട് ലോട്ടറി എടുക്കാൻ തുടങ്ങിയ ആളാണ്. ഇയാൾക്കാള് ഇന്ന് വരെ ആരെങ്കിലൊക്കെ വന്നിരിക്കണവരെ കച്ചവടം ചെയ്യണം. പലരും എന്നോട് പറയും, ഇവിടെ താൻ ആരെയൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. പക്ഷെ 100% നമുക്ക് വിശ്വസിക്കാവുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഏൽപ്പിച്ചിട്ടാണ് പോണത്. പലർക്കും ഇതിനുണ്ട് ആ കാര്യത്തിൽ. ഒരുപാട് പേര് എന്നോട് പറയും, എടാ അവരെന്താണ്. പക്ഷെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. എനിക്കെന്തായാലും ഒരു മാസം എൻ്റെ 2 മക്കൾക്ക് പഠിക്കാനും എൻ്റെ വീട്ടു ചിലവ് നടക്കാനുള്ള കാശും അതിനപ്പുറം ഞാനിതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ ഇവർ നിന്നിട്ട് ഉണ്ടാക്കണ കൊണ്ടാണെന്ന് തന്നെ പറയാം. കാരണം ഒരു 2 മണിക്കാരെ നിർത്തേണ്ട സ്റ്റേജിൽ നിന്ന് ഒരാളെ നിർത്തിയാൽ ഞാനിപ്പോൾ ഒരാളെ നിർത്താൻ തുടങ്ങിയിട്ട് 2 മാസം ആയിട്ടുള്ളൂ. ഒരാളെ നിർത്തിയാണ് അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പോൾ അവരുടെ സഹായമാണത്. കാരണം ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ടിക്കറ്റ് കിടക്കണത് നിങ്ങളില്ലെങ്കിൽ ആ ടിക്കറ്റ് അവർ വന്ന് 2 കൊടുക്കുന്നു പറഞ്ഞാൽ അവരെടുത്തുകൊണ്ട് പോകും. കാരണം നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് അവർക്ക് ലോട്ടറി അടിക്കാൻ വേണ്ടി ആഗ്രഹം കൊണ്ട് എടുക്കണമല്ല. അതാണ്.
ഞാൻ ഒരു ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അപ്പുറം കുമ്പളത്തുള്ള ആളാണ്. കുമ്പളത്തുള്ള ആൾക്കാരെ എന്നെ അറിയില്ല, പക്ഷെ നെട്ടൂർ ഒരു കുടുംബത്തിൽ എന്നെ ചോദിച്ചാൽ എന്നെ അറിയും. കാരണം അത്രയും 30 കൊല്ലമായി ഞാനിവിടെ നിൽക്കണത്, അതുകൊണ്ട് അവർക്കറിയാം 100%. ഒരുപാട് പേര് വിളിക്കണ്ട, ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല. വൈഫും വിളിക്കണ്ട, എല്ലാവരും വിളിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മുതലാളിയാണ്, ഇതൊക്കെ ഇതൊരു മുതലാളിയാണ് നമ്മുടെ. മേടിക്കാൻ ടൈം കിട്ടിയിട്ടില്ലല്ല, നമ്മളെ നിർത്തിയിട്ടില്ല, നിന്ന് ആകെപ്പാട്. ഞാൻ ഇത്രയും വലിയ ബഹളമൊന്നും ഞാൻ അറിഞ്ഞില്ല. ശരിക്കും ഭയങ്കരമായി ചത്ത് കഴിഞ്ഞാൽ മാത്രം പടാൻ വരാമെന്ന് എൻ്റെ പേര് ഇപ്പൊ ലോകം മുഴുവൻ. അല്ലാതെ എൻ്റെ പേരൊക്കെ എങ്ങനെ വരാനാ? തട്ട് ഇതൊക്കെ തന്നെ മതി. ഇതാണ് ബാക്കി തട്ട്. ഇനി വലുതാക്കിയിട്ട് അടി വന്നില്ല പ്രശ്നമായി പേര് ദോഷമാകൂലേ? ഇത് തന്നെ മതി. ഇത് ഇപ്പോൾ ഇനിയിപ്പോൾ നെട്ടൂര് ടിക്കറ്റ് എടുക്കാൻ ആൾക്കാർ കൂടുമല്ല. എനിക്കൊരു കോടി അടിച്ചപ്പോൾ ഇവിടെയുള്ളതായിട്ട് കടകളിലൊക്കെ ടിക്കറ്റ് കച്ചവടം കൂടിയതാണ്. അപ്പോൾ ഇനിയും മറ്റേ ഒരു സിനിമയിൽ അലബിയിൽ ബർത്തിരി എന്ന് പറഞ്ഞ ശ്രീനിവാസനുള്ള പോലെ എന്നെയും കൊണ്ട് പോകും ആരെങ്കിലും. ലോട്ടറി ഏജന്റ് ആയിട്ടുള്ള നെട്ടൂരിലുള്ള ലോട്ടറി ഏജന്റ് ആയിട്ടുള്ള ലതീഷാണ് ഈ ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയത്. ആരാണ് എന്ന് ഇത് സംബന്ധിച്ച് ഇതുവരെ അറിയില്ലെന്നാണ് ലതീഷേട്ടൻ പറയുന്നത്.